3 പേരെ ആരും കൊല ചെയ്തിട്ടും യാതൊരു കുറ്റബോധവുമില്ല. ഞാൻ ഗാന്ധിയല്ല, അവസരം കിട്ടിയാൽ വീണ്ടും കൊലപാതകം നടത്തുമെന്ന് വെല്ലുവിളി. എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് ജഡ്ജിയോട് പരസ്യമായി പറയുന്നു. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊല കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരെന്ന് വിധിച്ച ദിവസം കോടതിയിൽ അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങൾ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയാണ് വിധി പറഞ്ഞത്. ജഡ്ജിയുടെ ചോദ്യങ്ങളോട് ധാർഷ്ട്യത്തോടെയാണ് പ്രതി മറുപടി നൽകിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ പ്രതികരണം. ശിക്ഷ ബുധനാഴ്ച വിധിക്കും. കേരളത്തെ മുഴുവൻ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊല കേസിലാണ് പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ജഡ്ജി കെന്നത്ത് ജോർജ് ചെന്താമരയോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ കൂസലില്ലാതെയായിരുന്നു മറുപടി. ഗുരുതരമായ കേസായതിനാൽ വധശിക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്ന് കോടതി പറഞ്ഞപ്പോൾ തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു പ്രതികരണം. എത്ര നാളായി ജയിലിലുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായി അറിയില്ല എന്നും എന്തായിരുന്നു ജോലി എന്ന് ചോദിച്ചപ്പോൾ ടാങ്കർ ലോറി ഡ്രൈവറായിരുന്നു എന്നും ചെന്താമര മറുപടി നൽകി. കുറ്റബോധമില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് എന്നതിന് അവനവന് വരുമ്പോഴേ വേദന അറിയൂ എന്ന് പ്രതി പറഞ്ഞു. വീണ്ടും കൊലപാതകം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് വാദമെന്ന് കോടതി പറഞ്ഞപ്പോൾ ഞാൻ ഗാന്ധിയല്ല, കിട്ടിയാൽ കൊടുക്കും എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചതായി പ്രോസിക്യൂഷൻ പ്രതികരിച്ചപ്പോൾ പ്രോസിക്യൂഷന് കിട്ടിയ ലോട്ടറിയാണ് കോടതി വിധിയെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം പറഞ്ഞു. എല്ലാ വാദങ്ങളും അംഗീകരിച്ചിട്ടാണ് ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. എല്ലാം ത്രെഡ്ബിയറായിട്ട് നോക്കി പരിശോധിച്ച് മാത്രം ഉണ്ടായ ഒരു വിധിയാണ്. അയാളുടെ പെരുമാറ്റം ഒരു റിഗ്രറ്റും ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു കോടതിയിൽ. കൂടുതൽ ഇതിലെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും സാക്ഷികളുടെ മൊഴികൾ, ഫോറൻസിക്, മെഡിക്കൽ എവിഡൻസ് ഇതെല്ലാം ഈ കേസുകളുടെ വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ട് കോടതി പരിഗണിച്ചിട്ടുള്ളത്. നമ്മൾ പ്രോസിക്യൂഷൻ എന്തായാലും ഡെത്ത് പെനാൽറ്റിയാണ് ആവശ്യപ്പെടുക. അപ്പോൾ അത് അവരുടെ കോടതി ഓൾറെഡി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും മെഡിക്കൽ സൈക്കാട്രിസ്റ്റിന്റെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. അതിന് വന്നിട്ടുണ്ട്. അതിലും ഇയാൾക്ക് ഒരു റിഫർമേഷനോ റീഹാബിലിറ്റേഷനോ യാതൊരു സാധ്യതയുമില്ല, ഇയാൾക്ക് ഒരു മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല എന്ന് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. 1.5 വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ് മാധ്യമ വിചാരണ നേരിട്ട ഒരു പ്രതി കോടതിയിൽ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, കോടതി തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ഇത് പ്രോസിക്യൂഷന് കിട്ടിയ അപ്രതീക്ഷിതമായ ലോട്ടറി എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. പ്രതിഭാഗത്തു നിന്നും പ്രത്യേക തെളിവുകൾ ഹാജരാക്കേണ്ട കാര്യമില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളുടെ വിശ്വാസ്യത മാത്രമേ പ്രതിഭാഗത്തിന് ചോദ്യം ചെയ്യേണ്ടത്. കോടതി ആഴത്തിലുള്ള ഒരു തെളിവ് പരിശോധന നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ കരുതുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളുടെയും ബന്ധുക്കളുടെയും പ്രതികരണം. അയാളെ നല്ലപോലെ വേദനിച്ച് തന്നെ താവണം. പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനും എല്ലാവരും പോയി അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അയാളുടെ മറുപടി കേട്ട് പേടി തോന്നുന്നുണ്ടോ? നല്ലോണം പേടിയുണ്ട്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. എന്റെ മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് ചെന്താമര. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കും. കൊടുക്കണം ഗവൺമെന്റ്, അത്രേ ഞങ്ങൾ പറയാനുള്ളൂ. അവർക്ക് ഇനി ആരുമില്ല, അതുകൊണ്ട് അവർക്കൊരു ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ എന്റെ അപേക്ഷിക്കും. ജനുവരി 27 ചെന്താമര അയൽവാസിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിക്കായി മലയിടുക്കിൽ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ 2 ദിനം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മാട്ടായി വനമേഖലയിൽ നിന്ന് ചെന്താമര പിടിയിലായത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയായിരുന്നു ഇരട്ട കൊലപാതകം. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസ് ഹാജരാക്കി. സാക്ഷികളിൽ 4 പേർ പിന്നീട് കൂറുമാറി. സജിതയെ കൊന്ന കേസിൽ ചെന്താമരയ്ക്ക് കോടതി നേരത്തെ ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. ഇരട്ടക്കൊലക്കേസിൽ 15 കോടതി ശിക്ഷ വിധിക്കും.
രാവിലെ കനത്ത സുരക്ഷയിലാണ് ചെന്താമരയെ കോടതിയിലെത്തിച്ചത്. വിധി കേൾക്കാനായി വലിയ ജനക്കൂട്ടം കോടതിക്ക് പുറത്ത് കാത്തുനിന്നിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.